സൂപ്പറായിട്ട് ഡാൻസ് കളിക്കില്ലേ? ഞാൻ എൻ്റെ മുടി വെട്ടാൻ പോവാൻ. കുഞ്ഞി പിണക്കാണോ? കുഞ്ഞി പിണക്കമാണോ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നമുക്കിന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ചേച്ചിമോൻ്റെ സ്കൂൾ ആനുവൽ ഡേ ആണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെയാ പരിപാടി തുടങ്ങിയാലോ? അമ്മനെ കാണണ്ട ക്യാമറയില് കുണ്ടപ്പിനെ കാണണ്ട. മുടി ജീവ ചോദിച്ചോ. ചേച്ചിമോൻ ഇപ്പൊ 10:30 പോവും. നമ്മൾ 2 മണിക്ക് പോകും. പ്രാർത്ഥിക്കാം. പിതാവിനും റെഡി? സൂപ്പറായിട്ട് ഡാൻസ് കളിക്കില്ലേ? എന്തൊക്കെ കാണിക്കണേ? അമ്മമ്മോട് പോയിട്ട് വരാന്ന് പറയും. നീയും പോണുണ്ടോ? കുഞ്ഞും പോണുണ്ടോ? ഓക്കെ. നമ്മൾ ചേച്ചിമോനെ പറഞ്ഞു വിട്ടു കേട്ടോ. ചേച്ചിമോനെ ഇപ്പോൾ 10:30 ചെല്ലാൻ മിസ്സുമാർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവനെ പറഞ്ഞു വിട്ടു. ഇനി നമുക്ക് പോത്തീസിലൊക്കെ ഒന്ന് പോകണം. പോത്തീസിൽ ഇഞ്ചാനും കുഞ്ഞിപ്പെണ്ണ് വന്നിട്ടോ. പോത്തീസിൽ പോയി വന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കുക, ചേച്ചിമോൻ്റെ സ്കൂളിലേക്ക് പോകാം. 2:30 അങ്ങോട്ട് ആകുമ്പോൾ നമ്മുടെ അടുത്ത് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ദോശയും പിന്നെ കേക്കും. നൈസായിട്ട് ഡയറ്റൊക്കെ തുടങ്ങിയാലോ എന്നൊരു പ്ലാനൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് വിചാരിക്കും നാളെ ചെയ്യണം, നാളെ വിചാരിക്കും മറ്റൊന്ന് ചെയ്യണം. അങ്ങനെ മടി പിടിച്ചു പോവാം. അപ്പ വിളിക്കണ്ടല്ലോ അവിടെ. ഗൈസ്, ഞാൻ എൻ്റെ മുടി വെട്ടാൻ പോവാൻ. ഈ ചെത്താലാണ് കാരണം. ഇങ്ങനെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് തരുന്ന കുറച്ചധികം സാധനങ്ങളില്ലേ, ആ സാധനങ്ങൾ ഇങ്ങനെ ലെവൽ ചെയ്ത് കറക്റ്റ് ലെവലാണോ? അപ്പോൾ ഇവിടുത്തെ തന്നെ കയറി നിൽക്കുന്നു. ഫുൾ ഓക്കെ ആയി. അപ്പോൾ നമ്മുടെ പരിപാടിയിൽ രാവിലത്തെ പരിപാടിയിൽ ചെറിയ മാറ്റം വന്നു കേസ്. അതായത് നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറന്ന് നിൽക്കുന്നു. അതായത് പോത്തീസിൽ പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത്. പോത്തീസിൽ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും അപ്പനും മോളും കൂടി കാറ് കഴുകാൻ ഇറങ്ങിയിട്ട് അത് ഞാൻ കാണിച്ചു തരാം. ചാൻസ് ലുക്ക് ഹിയർ. ഓ, അപ്പനെ ഹെൽപ്പ് ചെയ്യണോ? പൊന്നേ, കുഞ്ഞു ഭയങ്കര ഹെൽപ്പറാണല്ലോ. യെസ്, ഇങ്ങോട്ട് നോക്ക്. കാണാൻ പറ്റില്ല. വരാം. അവരുടെ കാറ് കഴുകിയിട്ട് നമ്മൾ പോകാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്കൂളിലേക്ക് പോകാനൊക്കെ ലേറ്റ് ആവും. ഇപ്പോൾ ഇനിയിപ്പം സ്കൂളിലത്തെ പരിപാടി കഴിഞ്ഞ് വന്നിട്ട് പോത്തീസിൽ പോവാം. ഇപ്പം ഉള്ള നമ്മുടെ നേരം കൊണ്ട് നമുക്ക് നെയിൽ പോളിഷൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഒക്കെ ഇങ്ങനെ പോയിരിക്കുക. കടോ കുഞ്ചീസ്, നമ്മളെങ്ങോട്ടേക്ക് പോണേ?
എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു അഭിപ്രായമാണ് കേട്ടോ. അതായത് ആൻഡ്രോയിഡ് യൂസ് ചെയ്ത ആൾക്കാർ ആൻഡ്രോയിഡ് മാത്രം യൂസ് ചെയ്യുക. ഇനി ഐഫോൺ ഭാവിയിൽ വാങ്ങും എന്ന് വിചാരിക്കുന്നവർ ഫസ്റ്റ് ഐഫോൺ വാങ്ങാം. എനിക്കിത് കിട്ടിയിട്ട് പൊട്ടന്റെ കയ്യിൽ പൂമാലയാണ്. പാർക്കിംഗ് ഇവിടെ നമ്മളിപ്പം ചച്ചമ്മന്റെ സ്കൂളിലേക്ക് എത്തിയിട്ടോ. നമ്മൾ 2 മണിക്ക് എത്ര എന്നൊക്കെ വിചാരിച്ച സമയം ഇപ്പം 2:15 നമുക്ക് ചച്ചമ്മന്റെ സ്കൂളിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ അടുത്തുള്ള പറ്റുക്കുഴി പള്ളിയുടെ ഹാളിലാണ് പരിപാടി. അപ്പോൾ ഇവിടെ കാറ് പാർക്ക് ചെയ്യുക, ഇവിടെ നിന്ന് നടക്കുക ഹാളിലേക്ക്. താങ്ക് യു. ഇറങ്ങണല്ലേ? തൊട്ട് പുറകിൽ നിങ്ങളുടെ പുത്രി പിണങ്ങിയിരിക്കുന്നുണ്ട്. കുഞ്ചി പിണക്കാണോ? കുഞ്ഞി പിണക്കമാണോ? പറയാ ഇവിടെയാണ് കേട്ടോ നമ്മുടെ പിള്ളേരുടെ ആനുവൽ ഡേയുടെ പരിപാടി നടക്കുന്നത്. അപ്പോൾ എന്താ പറയുക, എനിക്ക് അവിടെ ഇരുന്നിട്ട് എൻ്റെ കണ്ണ് ഫുള്ള് ഇങ്ങനെ നിറയായിരുന്നു. സന്തോഷത്തിൻ്റെ ഒരു കണ്ണീരായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ പിള്ളേർ ഇങ്ങനെ സ്റ്റേജിൽ കയറി കളിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നേ എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ല രസമായിട്ട് പിള്ളേർ കളിച്ചിട്ടോ. അതൊക്കെ ഞാൻ അതിൽ വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം ഇനോഗ്രേഷനൊക്കെ ആയിരുന്നു, സ്പീച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ പിള്ളേരുടെ പരിപാടി വരുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ, സംഭവം സൂപ്പറായില്ലേ? നമ്മുടെ പിള്ളേർ അടിച്ചു പൊളിക്കുകയായിരുന്നു കേട്ടോ. ഈ ഒരു ഡാൻസും പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഡാൻസും ഉണ്ടായിരുന്നു. അതോടുകൂടി നമ്മുടെ പരിപാടി അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരുടെ ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞ് ചച്ചുമോനെ ഞാൻ വിളിക്കാനായിട്ട് പോയി. എന്താ പറയുക, ചെക്കനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ക്യൂട്ടിപ്പായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണിൻ്റെ ഭാഗം സ്റ്റേജിൽ കയറിയുള്ള പെർഫോമൻസ് അത് വേറെ ഉണ്ടായിരുന്നു. ചേച്ചമ്മൻ കാറ് കാണിച്ചേ. ചേച്ചമ്മോന് ഡാൻസ് കളിച്ചതിന് ഗിഫ്റ്റ്. ചേച്ചമ്മേന്റെ ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിപ്പം എന്താ പറയാ, എനിക്ക് എന്ത് ഭയങ്കര കണ്ണൊക്കെ നിറഞ്ഞു. നമുക്ക് ഇങ്ങനെ ഒരു ആദ്യമായിട്ടാണല്ലോ ചേച്ചമ്മോനെ ഇങ്ങനെ സ്റ്റേജിലൊക്കെ കയറി, ഇത്രയും വലിയ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തോ ഭയങ്കര രസമായിരുന്നു. അപ്പം അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിനി എന്തെന്നില്ലാത്ത ഇവിടേക്കുന്നില്ലാത്തൊരു യാത്രയിലാണ്. ഐ ലവ് യു. അതിന്റെ ഇടയിൽ കുഞ്ഞിപ്പെണ്ണിനെ കാണാണ്ടായി ഗൈസ്. അങ്ങനെയൊക്കെയുണ്ട്. അപ്പം ലുലുവിൽ പോകാന്നൊരു പ്ലാനാണ്. അതിന് മുമ്പ് നമുക്ക് നല്ല വിശക്കണം. അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം. എങ്ങനെ
കോയിൻ എടുക്കുവാവേ. ആൾക്കാര് പിടിച്ചിടവൻ. ദിവസമാണോ വേണ്ടേ? നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ ഏറ്റവും വലിയ കുറുമ്പി. ഇപ്പൊ ലുലുവില് വന്നിട്ട് ഏതാണ്ട് നമ്മള് എന്തുന്നാ പറയാ, പ്രദക്ഷിണം പോലെയായിരുന്നു. നമ്മൾ വിചാരിച്ചൊരു സാധനം വാങ്ങാനും പറ്റിയില്ല, വാങ്ങാൻ പോലും നോക്കാൻ പോലും പറ്റിയില്ല. കാരണക്കാരി രതികൾ ഒരുത്തിയാണ്.